ഹലോ, വെൽക്കം ടു ബിഗ്സ് ആൻഡ് ബ്ലോഗ്സ് ബൈ ആശ. ഞാനിന്ന് പാർക്കിലാണ് കേട്ടോ. നടക്കാൻ വന്നിട്ട് ദേ ഇപ്പം മണി 7 മണി കഴിഞ്ഞു. സൂര്യൻ ഇപ്പോഴും ദേ അവിടെ തന്നെ നിൽപ്പുണ്ട്. ഈ വീക്ക് UK സമ്മർ ഹീറ്റ് വേവ് ആയിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ഇന്ന് ഓക്കെ, ഈ വീക്ക് ട്യൂസ്ഡേ വാസ് ദ ഹയസ്റ്റ്. ഐ തിങ്ക് 31 കണ്ടായിരുന്നു ടെമ്പറേച്ചർ. പക്ഷേ ഭയങ്കര ചൂടാണ്. ഈവൻ 27-28 ഒക്കെ തന്നെ ഫീൽസ് ലൈക്ക് വെരി ഹോട്ട് ഫോർ മീ. നമ്മൾ ഏഷ്യൻസിനൊക്കെ ഭയങ്കര എനിക്കൊന്ന് ഇവിടുത്തെ പീപ്പിൾ ദേ ലുക്ക് ഫോർവേഡ് ടു ദിസ് വെദർ ആൻഡ് സമ്മർ. ഐ തിങ്ക് സോ. പക്ഷേ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. ഇറങ്ങിയൊക്കെ വെളിയിൽ നിന്നാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ എടുക്കാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് വൈകിട്ട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ അഹാന കൃഷ്ണ അമ്മയും കൂടി സേമിയ പായസം ഷുഗർ കാരമലൈസ് ചെയ്ത് സേമിയ പായസം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പണ്ടെപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അപ്പോഴേ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് നടന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും കടയിൽ കയറി അതിനുള്ള സാധനങ്ങൾ മേടിക്കണം. സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം വീട്ടിലുണ്ട്, എനിക്ക് സേമിയ മാത്രം മേടിച്ചാൽ മതി. എന്നിട്ട് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് കാരമലൈസ് ചെയ്യുന്നതിന് പകരം ഐ എം പ്ലാനിങ് ടു യൂസ് ദ കാരമൽ സ്പ്രെഡ്. നമ്മുടെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് കാരമലൈസ് ആയിട്ട് തന്നെ ടിന്നിൽ വരത്തില്ലേ, അപ്പോൾ മിൽക്ക് മെയ്ഡിന് പകരം അത് ഇറ്റ് സെൽഫ് യൂസ് ചെയ്താൽ ആ കളറും കിട്ടും, ആ കാരമലൈസ് ടേസ്റ്റും കിട്ടും, ഷുഗറും ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കമ്മിങ് ബാക്ക് ടു അഹാന കൃഷ്ണ, ആർക്കൊക്കെ ഇഷ്ടമാണ് അവരുടെ ഫാമിലി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻഫ്ലുവൻസർ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. ആ 4 മക്കളും അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ നിന്നാൽ തന്നെ ഒരു നിറവല്ലേ. ടച്ച് വുഡ്, ഐ ലവ് ദാറ്റ് ഫാമിലി. പോകുന്ന വഴിക്ക് സാധനങ്ങളെല്ലാം മേടിച്ച് വീടെത്തിയിട്ട് പായസത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, മീൻ ടൈം ഇവിടുത്തെ ഒരു കുട്ടി കാഴ്ചകൾ കാണിച്ചു തരാം. എല്ലാവരും കാറ്റിൻ്റെ സൗണ്ട് കാരണം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. ക്രിക്കറ്റ് ഒരു മെയിൻ സംഭവമാണ് സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ പിക്നിക് അറിയുന്നുണ്ട് ആൾക്കാർ. ഫുട്ബോൾ ഒരു സൈഡിൽ, പിന്നെ ലവിടെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ പാർക്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് അവരുടെ പെറ്റ് ഡോഗിനെയും കൊണ്ട് നടക്കാൻ വരുന്നുണ്ട്. കുറേ ഓൾഡ് കപ്പിൾസ് അവർ വോക്കിന് വരുന്നുണ്ട്. സോ ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ വീടെത്തി, പായസത്തിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ്. എനിക്ക് റോസ്റ്റഡ് വെർമസല്ലി തന്നെയാണ് കിട്ടിയത്. എനിക്ക് ഈ കാണുന്നുണ്ടോ ഈ പിങ്ക് വെർമസല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് നോക്കിയാണ് എടുത്തത്. എനിക്കിങ്ങനെ കട്ടിയുള്ളതിനെക്കാട്ടിലും ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം പിന്നെ പായസത്തിലിടുന്ന സാദാ മുന്തിരി, കശുവണ്ടി ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ അതൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് നെയ്യിൽ വറുത്ത് കോരി ഇടാം. അത് പായസത്തിൽ കിടന്നാലും ഞാൻ അത് കഴിക്കാറില്ല. വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് നിറയെ പായസം ഉണ്ടാക്കാം. ഇതത്ര വലിയ സംഭവമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോയിൽ അത് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അതൊരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ആരും കൺസിഡർ ചെയ്യണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാൻ ഉണ്ടാക്കുന്നു, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ. അപ്പം വളരെ നിസ്സാരമായ സാധനങ്ങൾ മാത്രം മതി. വെർമസല്ലി ഞാൻ ചൗരി ഇടുന്നുണ്ട്, എനിക്ക് ചൗരി ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത് ആദ്യം വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാരമലൈസ്ഡ് ഈ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. കാരമലായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം ഇതാണ് ഞാൻ ഇന്ന് പായസത്തിൽ മൊത്തത്തിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് മിൽക്ക് മെയ്ഡ് ഇല്ല, ഷുഗർ കാരമലൈസ് ചെയ്യുന്നില്ല. അപ്പം ഇതാകുമ്പം ആ കളറും കിട്ടും, ഷുഗറിൻ്റെ ടേസ്റ്റും ഉണ്ടാവും, പിന്നെ പാല്. ജസ്റ്റ് ആദ്യം നെയ്യിൽ ഒന്ന് ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, പക്ഷെ എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് നെയ്യിൽ ഞാൻ ഇതൊന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ ആഡിങ് മിൽക്ക്, കാരമൽ, ചൗരി വേവിച്ചതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം സെറ്റ്. അപ്പം ആദ്യം ഞാൻ ചൗരി വേവിക്കാൻ വെക്കുകയാണ്. പായസത്തിനുള്ള പാത്രം കൂടി നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ആ ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് നെയ്യ് ആഡ് ചെയ്യുന്നത് കേട്ടോ, എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. എൻ്റെ വീട്ടിൽ ആ അഹാന വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെയാണ്. ഇത് വീട്ടിൽ വേറെ ആരും കഴിക്കില്ല. ഇതുണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വരും. അപ്പം ഞാൻ വളരെ കുറച്ച് സേമിയ മാത്രം എടുത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഒന്ന്
ചെറുതായിട്ട് റോസ്റ്റ് ആയാൽ മതി. അപ്പോൾ അത് അത്രയും മതി. ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് നേരെ പാല് തന്നെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു കേട്ടോ. ഈ സേമിയ ഇതിനകത്ത് കിടന്നൊന്ന് പകുതി വേവായി കഴിഞ്ഞിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് ചൗരിയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ പായസം റെഡി. എന്ത് സിമ്പിളല്ലേ, ആൻഡ് വെരി ടേസ്റ്റിയാണ്. പണ്ട് മുതൽ എനിക്ക് സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനകത്ത് അവസാനം കുറച്ച് ഒരു ഡ്രോപ്പ് ഓഫ് വെനില എസൻസും കൂടെ ആഡ് ചെയ്യും കേട്ടോ. ചില സമയം എനിക്ക് മൂടുണ്ടെങ്കിൽ ഞാൻ സാഫ്രനാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അത് ഞാൻ നോർമൽ പായസം വെക്കുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാരമലൈസ് ചെയ്ത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വെനില എസൻസ് ചേർക്കാനുള്ള പ്ലാനാണ്. ചവരി ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ അതിനൊന്ന് അരിച്ചെടുത്ത് റെഡിയാക്കി മാറ്റി വെക്കാൻ പോവാം കേട്ടോ. ബനോഫി കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ബനോഫി ഉണ്ടാക്കാനായിട്ട് ഇതാ യൂസ് ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ബനോഫിയുടെ റെസിപ്പി വേണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഞാൻ റെസിപ്പി വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് പൊതുവേ ബനാന ഡെസേർട്ട്സ് അത്ര ഇഷ്ടമല്ല, പക്ഷെ ബനോഫി സൂപ്പറാണ്. ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കാരമൽ യൂസ് ചെയ്തിട്ട് സേമിയ പായസം ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു തോട്ടാണ്, കാരണം ആ കളറും വരും, അറ്റ് ദ സെയിം ടൈം മിൽക്ക് മെയ്ഡും ചേർക്കണ്ട. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. കളർ വരുന്ന കണ്ടു മക്കളെ. അപ്പോൾ സംഭവം ഇവിടെ ലുക്സ് ഗുഡ്. കളറെല്ലാം മാറി ഇങ്ങനെ വന്നിട്ടുണ്ട്. ചൗരി ആഡ് ചെയ്യണം. മധുരം പെർഫെക്റ്റ്. ഇപ്പൊ ചൗരിയും കൂടെ ഞാൻ വേവിച്ചത് ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഡ്രോപ്പ് ഓഫ് വെനില എസൻസ് ടു ഇറ്റ്. നമ്മുടെ കാരമൽ പായസം കൊതിമൂത്തുണ്ടാക്കിയത് ഇവിടെ റെഡിയാണ്. ഇതിനി ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടിയും എനിക്കിതിനെ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാനിപ്പോൾ ഇത് ചൂടോടെ കഴിച്ച് നിങ്ങളെ ഒന്ന് കൊതിപ്പിച്ച് ഇല്ലെങ്കിൽ പിന്നെ എന്താ കാര്യമല്ലേ? നിങ്ങൾ എല്ലാവരും പോയി നിന്നിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് മഹാന കാണിച്ച മാതിരി കാരമലൈസ് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ. ഇത് അവൈലബിൾ അല്ലെങ്കിൽ ഇത്. പക്ഷേ ഞാൻ ഒത്തിരി വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പ്രഷർ കുക്കറിനകത്ത് വെച്ചിട്ട് കാരമലാക്കി ചെയ്യുന്നത്. ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ എം സ്കെയർഡ്. എങ്ങാനും പ്രഷർ കുക്കർ പൊട്ടിയാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് തിന്ന് കാണിച്ച് കൊതിപ്പിക്കട്ടെ. ചൂടോടെ പായസം എടുക്കുക, ഇങ്ങനെ ഒഴിക്കുക, അപ്പൊ ഇതേ നോക്കിയേ, ഇങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ? നല്ല കളർഫുൾ ആ കാരമലിന്റെ കളറും അടിപൊളി. കറക്റ്റ് മധുരം. ഒരു വനില എസൻസും കൂടെ ആഡ് ചെയ്തുകൊണ്ട് വേറൊരു ഡെസേർട്ട് ഫീലാണ് ഇത്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും മോസ്റ്റ്ലി ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതായിരിക്കും. പക്ഷെ എന്നാലും ആരെങ്കിലും ഇത് കണ്ടിട്ട് ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഡു ലെറ്റ് മീ നോ. അപ്പോൾ ഹാനയ്ക്കൊരു താങ്ക്സ്, എന്നെ കൊണ്ട് ഇത് ഉണ്ടാക്കിച്ചതിന്. അത് കണ്ട് കൊതി മൂത്തിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് ബോക്സ്. പായസം എങ്ങനെ ഉണ്ടെന്നുള്ളതും, നിങ്ങൾ ഇതിനു മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ, അത് ഇത് ഫസ്റ്റ് ടൈം ആണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.